പാലക്കാട് മംഗലം ഡാം കടപ്പാറയിൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ കുടുങ്ങിയ യുവാക്കളെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് 6 പേരെയും സുരക്ഷിതരായി തിരികെ കൊണ്ടുവന്നത്. നിഖിൽ പ്രമേഷ് ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞു അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത് വിജയകുമാർ. ഈ 6 യുവാക്കളെയും ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തി അവിടെ കുടുങ്ങിപ്പോയ 6 യുവാക്കളെയും ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കഴിഞ്ഞ വൈകുന്നേരം മുതൽ, അതായത് വൈകുന്നേരത്തോടു കൂടിയാണ് ഇവർ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി എത്തിച്ചേർന്നത്. ഇതിനുശേഷം കനത്ത മഴ പെയ്യുകയും അവിടുത്തെ തോട്ടിൽ വെള്ളം നിറയുകയും തുടർന്ന് യുവാക്കൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് അവിടെ അകപ്പെട്ട 6 പേരെയും, ഇവർ വടക്കഞ്ചേരി സ്വദേശികൾ തന്നെയാണ്, ഈ 6 പേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. കനത്ത മഴയാണ് കടപ്പാറ, തളികക്കല്ല്, പോത്തൻതോട് മേഖലകളിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത്. കടപ്പാറ തോട് കരകവിഞ്ഞ് പാലം മുങ്ങിയിരിക്കുകയാണ്. വനത്തിൽ ഉരുൾപൊട്ടിയോ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലത്തെ സംശയം. എന്തായാലും നാളെ രാവിലെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത കൈവരും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഈ മേഖലയിലൊക്കെ വെള്ളം കയറിയതിനെ തുടർന്ന് അവിടുത്തെ കടകളിലേക്കൊക്കെ വെള്ളം എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ആളുകൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുമുണ്ട്. ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും രാവിലെ മാത്രമേ ഇത് വനത്തിൽ ഒരു പൊട്ടിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരും. ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഈ ആലിങ്ങൽ വെള്ളച്ചാട്ടം കാണാനെത്തി ഇവിടെ അകപ്പെട്ട മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിജയകുമാർ. യെസ്, ഫയർഫോഴ്സ് എത്തി 6 പേരെയും സുരക്ഷിതരായി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുന്നത്. വനത്തിനുള്ളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ഒരു മലവെള്ളപ്പാച്ചിൽ സമാനമാണ് ആ തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത്. അതിൻ്റെ വിവരങ്ങൾ ഒരുപക്ഷെ നാളെ രാവിലെയാകും കൂടുതൽ ലഭ്യമാവുക എന്നാണ് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.